വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ +1 ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്, +2 ഫൈനൽ എക്സാമും വരുന്നുണ്ട് മാർച്ചിൽ. 2 മാസം നമുക്ക് ഇനി കയ്യിൽ, ജനുവരിയും ഫെബ്രുവരിയും. ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് ലാബ് എക്സാമുകൾ വരും, വൈവേ വരും, റെക്കോർഡ് സബ്മിഷൻസ്, അതും പോരാഞ്ഞിട്ട് ഒരുപാട് +2 സബ്ജക്റ്റുകൾ പഠിക്കാൻ, മോഡൽ എക്സാം, പ്രീ മോഡൽ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് +1 ഇംപ്രൂവ്മെന്റിനുള്ളത് പഠിക്കുക, എത്ര പേര് +1 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടാവും, എത്ര സബ്ജക്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ടാവും എന്നുള്ള സംശയത്തിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. ആ ഒരു സംശയം തീർക്കാനുള്ള ഒരു വീഡിയോ ആണിത്. അതിനു മുന്നേ നമ്മുടെ ചാനലിൽ കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്രൂവ്മെന്റിനുള്ള ക്ലാസ്സുകളും വീഡിയോസ് എല്ലാം നമ്മളിപ്പോൾ അത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇനി മുതൽ നമ്മൾ ഇംപ്രൂവ്മെന്റ് ബാച്ചിലുള്ള കുട്ടികൾക്ക്, അതായത് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന എല്ലാ കൊമേഴ്സ് കുട്ടികൾക്കുള്ള വീഡിയോസ് ആണ് നമ്മളിനി അപ്ലോഡ് ചെയ്യുക. അതിനോടുകൂടി നമ്മൾ +2 കുട്ടികൾക്ക് വേണ്ടിയിട്ടും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 3 മാസമാണ് കയ്യിലുള്ളത് അല്ലേ, ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഇതിലെ മാർച്ച് നമ്മൾ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം മാർച്ചിൽ നമുക്ക് എക്സാം ആണ്. 2 മാസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഈ 2 മാസത്തിൽ നമുക്ക് ലാബ് ഉണ്ട്, പിന്നെ സ്കൂൾ വർക്കുകൾ ഉണ്ട്, അസൈൻമെന്റുകളും റെക്കോർഡ് സബ്മിഷനും ഒക്കെ പറഞ്ഞ് നമുക്ക് തീരെ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് ഇംപ്രൂവ്മെന്റ് പഠിക്കാനും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് +2 പഠിക്കലും വളരെ കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്കെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. ക്രിസ്മസ് എക്സാമിന്റെ പേപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ പേപ്പറും ഇംഗ്ലീഷ് മാത്രമാണ് അതിൽ പാറ്റേൺ ഡിഫറെന്റ് അല്ലാതെ വന്നത്, ഇംഗ്ലീഷും മലയാളമൊക്കെ. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം പാറ്റേൺ ഡിഫറെന്റ് ആയിരുന്നു. അതായത് പാറ്റേൺ ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു 75% നമ്മൾ മുന്നേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട് എന്നല്ലോ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മൾ അത് സ്കിപ്പ് ചെയ്തു. ബിക്കോസ് നമുക്ക് 50 ദിവസത്തെ +2 ക്രാഷ് നമുക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ +1 ഇംപ്രൂവ്മെന്റിന്റെ ബാച്ച് നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്നു. പക്ഷേ കുറേ സ്റ്റുഡൻസ് നമ്മൾ +2 ക്രാഷ് ബാച്ച് അഡ്മിഷൻ എടുത്ത കുട്ടികൾ മിസ്സിന് സെപ്പറേറ്റ് മെസ്സേജ് അയക്കുന്നത് ഈ അക്കൗണ്ടൻസിയും ഇംഗ്ലീഷും ആണ്. ഈ രണ്ടിനും ഇംപ്രൂവ്മെന്റ് ബാച്ച് വേണം എന്നാണ് പറയുന്നത്. അതായത് അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് +2 വളരെ ഡിഫിക്കൽട്ടാണ്, +1 ആണ് നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പൊ +1 അക്കൗണ്ടൻസിയിൽ നിങ്ങൾ 80 എങ്കിൽ, അതായത് 80 എക്സാം എന്നിട്ട് AFS കുട്ടികളാണ്. AFS കുട്ടികൾ നിർബന്ധമായി ഇംപ്രൂവ് ചെയ്ത് ഫുള്ള് വാങ്ങിയാലും നിങ്ങൾക്ക് തികയില്ല മാർക്ക് +2. അതുകൊണ്ട് +1 മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടി എല്ലാവരും, അതായത് ഇപ്പോൾ എത്രയാണോ 60 60 വാങ്ങാം. CA കുട്ടികളുടെ പോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഫുള്ള് വാങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ കുട്ടികൾ അക്കൗണ്ടൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഇംപ്രൂവ്മെന്റ് ബാച്ച് വേണം. അതുപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് മിസ്സിന് മെസ്സേജ് അയച്ചതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മിസ്സ് പറയുന്ന പോലെ പഠിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യാൻ കിട്ടുന്നുണ്ട്. അതേപോലെ കുറച്ച് കുട്ടികൾ നമ്മുടെ ചാനലിന്റെ വീഡിയോസ് എല്ലാം ക്രിസ്മസ് എക്സാമിനെ കണ്ടിട്ടുള്ളൂ, അപ്പൊ അവർക്കത് ഓണം എക്സാമിന് കൂടി കാണാമായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മളോട് അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് പ്രകാരം നമ്മൾ അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ട് നല്ലപോലെ ആലോചിക്കുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്. എങ്കിൽ പോലും ഇംഗ്ലീഷ് എന്തായാലും ഉണ്ടായിരിക്കും, കാരണം എഡ്യൂവാലറ്റിൽ മിസ്സാണ് ഇംഗ്ലീഷ് എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എന്തായാലും ഇംപ്രൂവ്മെന്റ് ബാച്ച് ഉണ്ടത് ഷുവർ ആണ് കേട്ടോ. അപ്പൊ അക്കൗണ്ടൻസിയും കൂടി ഇംപ്രൂവ് വേണം എന്നുള്ളവരെ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇംപ്രൂവ്മെന്റ് വെച്ച് തുടങ്ങുമ്പോൾ അക്കൗണ്ടൻസി മാത്രമായിരിക്കും മിസ് എടുക്കുന്നത്. അതിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ 30 days ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ജനുവരി 12 ടു ഫെബ്രുവരി 12 ഉള്ളിലായിരിക്കും. ഈ ഒരൊറ്റ മന്തായിരിക്കും ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഒരു സബ്ജക്ട് മാത്രം നന്നായി പഠിച്ചാൽ മതി. അതിൽ അക്കൗണ്ടൻസി നന്നായി മിസ് എടുക്കാന്ന് വെച്ചാൽ 15 ദിവസം കൊണ്ട് ചാപ്റ്റർ വൈസ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി 15 ഡേയ്സിൽ നമ്മൾ ആ ഒരു സബ്ജക്ട് നല്ല പോലെ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പ്രോബ്ലംസ് പഠിപ്പിച്ച് അതിൽ തിയറികളൊക്കെ നിങ്ങളെ നല്ല വെള്ളം പോലെ ആക്കി തരും. ദാറ്റ്സ് ട്രൂ. അപ്പൊ അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് ബാച്ച് താല്പര്യമുള്ളവർ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. ഇംഗ്ലീഷ് വേണമെന്നുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. കൊമേഴ്സ് ബാച്ചിലെ കുട്ടികളോടാണ്. ഇംഗ്ലീഷ് നമ്മൾ എന്തായാലും ഇംപ്രൂവ്മെന്റ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസിയും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംപ്രൂവ്മെന്റ് ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ബാച്ച് നമുക്ക് അക്കൗണ്ടൻസി മാത്രമേ ഉള്ളൂ. 30 days ആണ് ഉണ്ടാവുക. പ്രത്യേകം പറഞ്ഞു 30 days ആണ്. 15 ദിവസം ചാപ്റ്റർ വൈസും 15 ദിവസം ആ ഒരു സബ്ജക്ട് പഠിക്കണം. അപ്പോൾ അക്കൗണ്ടൻസി മാത്രം ഇംപ്രൂവ് ചെയ്യുന്നവർക്കും അക്കൗണ്ടൻസിയും ഇംഗ്ലീഷും ഇംപ്രൂവ് ചെയ്യുന്നവർക്കും അക്കൗണ്ടൻസി വേറെ വിഷയമൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഓക്കെ ആയി 30 ദിവസം കൊണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പെർ സബ്ജക്ട് 500 rupees തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് നിങ്ങളെല്ലാം പഠിക്കുക. കാരണം നിങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1 hour ക്ലാസ് ഉണ്ടാവുള്ളൂ. ലൈവ് ക്ലാസ്സസ് തന്നെ ആയിരിക്കും. റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. മിസ്സിന്റെ ഷോർട്ട് നോട്ട് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസിന്റെ ഇപ്പൊ നമ്മൾക്ക് ഇതേപോലെ കുത്തി വരച്ചിട്ടൊക്കെ ഇല്ലേ, അതായത് ലെക്ചർ നോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും, അതിനൊരു സംശയമില്ല.
ഇനി പ്ലസ് ടുവിനെ സംബന്ധിച്ച് അപ്പൊ നമുക്ക് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചിട്ട് അത്രയാണ് നമുക്ക്. പിന്നെ നമ്മൾ ഇംപ്രൂവ്മെന്റിന് കൂടുതൽ ഇംപ്രൂവ്മെന്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇംപ്രൂവ്മെന്റ് നമ്മൾ ഇതിലുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസമാണ് പഠിക്കാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം നിങ്ങൾ പ്ലസ് ടുവിലെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്തിനാണ്? പ്ലസ് ടുവിൽ നമുക്ക് 6 സബ്ജക്ട് നമ്മൾ ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത് അല്ലെ. അപ്പോൾ ഇംപ്രൂവ്മെന്റ് മാത്രം ഫുൾ ഡേയ്സ് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യണം? ഒപ്പം നമ്മുടെ പ്ലസ് ടു പഠിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ടു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ടു ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് മിസ് പറഞ്ഞു തരാം. പ്ലസ് ടു ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ജനുവരി 15-നായിരിക്കും. ജനുവരി 15 നമ്മൾ അതൊരു ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ വരെ എങ്ങനെ നമ്മൾ 40 ഡേയ്സ് ഷുവർ ആയിട്ടുണ്ടാവും. ദെൻ 50 ഡേയ്സ് ആണ് മിസ് ഇപ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്നത്. 50 ദിവസത്തെ ക്രാഷ് ബാച്ച്. ആ ക്രാഷ് ബാച്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ 6 വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് മിസ് പറഞ്ഞു തരാം. ആ വിഷയങ്ങളൊക്കെ നമുക്കൊന്നും അറിയണ്ടാവില്ല. ചിലപ്പോൾ 1ാം പാഠം 2ാം പാഠം ഒക്കെ നിങ്ങൾക്ക് മറന്നു പോയിണ്ടാവാം. എല്ലാ പാഠവും നിങ്ങളെ പഠിപ്പിച്ചു തരും. ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചു തരും. ഇപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. പിന്നെ 50 ദിവസത്തെ ക്ലാസ്സിൽ മിസ് ഒരു 25 ദിവസം കൊണ്ട് ചാപ്റ്റർ വൈസുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള 25 ഡേയ്സിലാണ് നമ്മൾ ഫുൾ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് ISA മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു തരിക. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ. ഞാൻ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ലൈവ് ക്ലാസ്സസ് ആണ് ഡെയിലി ഉണ്ടാവുക. എബൌട്ട് 1 hour ഓർ 1.5 hour. ചില പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1.5 hour വേണമെങ്കിൽ നമ്മൾ 1.5 hour എടുക്കും. ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ 50 ദിവസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഷുവർ ആയിട്ട് നമ്മൾ ചെയ്യും. 20 ഡേയ്സിന്റെ റിവിഷൻ ഉണ്ടായിരിക്കും. 2 നോട്ടുകളും അതായത് ലെക്ചർ നോട്ടുകളും PDF നോട്ടുകൾ നിങ്ങൾക്ക് അയച്ചു തരും. ഡൗട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ലൈവ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ചോദിക്കാം. അതല്ല എങ്കിൽ മിസ്സിനോട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ലിങ്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് മിസ്സിനോട് ഡൗട്ട് ചോദിക്കാം. എക്സാം പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ പഠിക്കും. പിന്നെ ഒറ്റ തവണ പേയ്മെന്റ് ആണ്. ഒരു സബ്ജക്റ്റിന് 500 ആണെങ്കിൽ ആ 500 മാത്രം മതി ഈ 50 ദിവസത്തിന്. അല്ലാതെ മന്ത്ലി പേയ്മെന്റുകളല്ല കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് അഡ്മിഷൻ എടുത്തപ്പോൾ മിസ് ഈ ഒരു മാസം മാത്രമാണോ 500 അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ 500 വേണമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയല്ല. ഒരു വിഷയം 500 രൂപ. ആ 500 രൂപ വെച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സാം കഴിയണ വരെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് ഓൾസോ അവൈലബിൾ. നമുക്ക് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഒരു 7:30 മുതൽ ഒരു 10:30 ഏതെങ്കിലും ഒരു സമയമായിരിക്കും 1 hour എടുക്കുക. 7:30 അത് 8 to 9, 9 to 10, 8:30 to 9:30, 7:30 to 8:30 അങ്ങനെ ഏതെങ്കിലും ഒരു 1 hour ആണ് നമ്മളത് സെലക്ട് ചെയ്യുക. ലൈവായിട്ട് മിസ്സിന്റെ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുറച്ച് ദിവസത്തെ മാത്രം നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. കാരണം ഫസ്റ്റ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ അത്രയും ദിവസം നിങ്ങൾക്ക് മിസ്സായി. നമ്മളിൽ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. പിന്നീട് വന്ന് ചേർന്നാൽ നമ്മളത് ഇട്ട് തരും. പക്ഷേ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ടൈം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പ്ലസ് ടു ക്രാഷ് ബാച്ചിന്റെ സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്: അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഇത് 4 മിസ്സാണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് മാത്സ് എടുക്കുന്നത് എജ്വാലിറ്റിയിലെ മിസ്സാണ്. അതുകൊണ്ട് തന്നെ സയൻസ് ബാച്ചിലെ മിസ്സാണ്. ഇത് പെർ സബ്ജക്റ്റ് 500 തന്നെയാണ് വരിക. ഈ 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1500 ആണ്. ഒരു മിസ്സിന്റെ ഒരു ഓഫർ എന്നുള്ള പോലെ 4 വിഷയം മിസ് എടുക്കുന്നത് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഒരു ഓഫർ, അത്രയേ ഉള്ളൂ. അതായത് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റുകളുള്ള കുട്ടികൾക്ക് ഒരു ഓഫർ, അത്രയാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. പെർ സബ്ജക്റ്റ് 500 rupees ആണ്. അപ്പോൾ 4 സബ്ജക്റ്റ് 1500. ഇപ്പം ഇതിൽ മാത്സ് ആണ് എങ്കിലും മിസ്സിന് 1500 തരാൻ പറ്റില്ല. കാരണം മാത്സ് എടുക്കുന്നത് സയൻസ് ബാച്ചിലെ മിസ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, സമയം കളയാതെ ഇനിയുള്ള സമയം, ഇപ്പം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറല്ല കുറേ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത് മിസ്സ് ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യുകയാണ്. ചില ക്രിസ്മസ് എക്സാമിന് പേപ്പർ കിട്ടിയപ്പോഴാണ് കുറേ ടേമുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതിൽ എക്സാമിൻ്റെ സമയത്ത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമല്ലോ, അപ്പോഴാണ് കുറേയൊക്കെ അറിയുന്നത്. എൻ്റെ മിസ്സൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധീരമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് തന്നെ ആയിരിക്കും. നമ്മൾ 2 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന ക്ലാസ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് എങ്കിൽ ഈ മിസ്സിൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യാം. 7907666613. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. ഇംപ്രൂവ്മെന്റ് വേണമെങ്കിലും ഇംപ്രൂവ്മെന്റിൽ അക്കൗണ്ടൻസി മാത്രമാണ് മിസ് പറഞ്ഞത്. ഇംപ്രൂവ്മെന്റ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ് ഇത് വേണ്ടവർക്കും ഈ നമ്പർ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. അവർക്ക് അഡ്മിഷൻ തുടങ്ങിയാൽ അവരുടെ ക്ലാസ് വേഗം സ്റ്റാർട്ട് ചെയ്യും. 10th ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ക്രാഷ് ബാച്ച് നമ്മൾ 15th ആകുമ്പോഴേക്കും ഒരു 5 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് എത്രയും വേഗം മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഡേയ്സുകളെല്ലാം ഇനിയുള്ള ദിവസം നിങ്ങൾ വിടാതെ പിടിക്കാം. കൈ വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. മാർച്ചിൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും എത്രയും വേഗം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടി വരട്ടെ. അപ്പോൾ അവരോടും കൂടി ചോദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.